ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. രണ്ടുപേരുടെയും പേര് ഒന്നാണ്. പഴയ നിയമത്തിലെ ജോസഫും പുതിയ നിയമത്തിലെ ജോസഫും. പുതിയ നിയമത്തിലെ ജോസഫിന് നീതിമാൻ എന്ന പേര് കൂടി കിട്ടുന്നുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് പഴയതിനെ മറക്കുന്നവൻ എന്നുകൂടിയുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകനായിട്ട് മാറുക, തൻ്റെ സഹോദരങ്ങളുടെ രക്ഷകനായിട്ട് മാറുക, അവരുടെ അന്നമായിട്ട് മാറുകയാണ്. പ്രതിസന്ധികളുടെ കാലഘട്ടം അവനെ ഒരിക്കലും നാശത്തിലേക്ക് കൊണ്ടുപോയില്ല. അവനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞപ്പോഴും അവനെ അടിമയായിട്ട് വിറ്റപ്പോഴും അങ്ങ് അകലെ ഈജിപ്തിൽ അവന് സിംഹാസനം ഒരുക്കപ്പെടുകയായിരുന്നു. നമ്മുടെ പൊട്ടക്കിണറുകൾക്ക് സിംഹാസനമൊരുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ജോസഫിൻ്റെ ജീവിതം പഠിപ്പിക്കുക. തൻ്റെ കുടുംബത്തിൻ്റെ വലിയൊരു സംരക്ഷകനായി ജോസഫ് രൂപപ്പെടുക. നിരാശയുടെ, അന്ധകാരത്തിൻ്റെ, ഇല്ലായ്മയുടെ സാഹചര്യത്തിൽ ജോസഫ് തൻ്റെ സഹോദരങ്ങളുടെയും കുടുംബത്തിൻ്റെയും അത്താണിയായിട്ട് മാറുക. ദൈവത്തിൻ്റെ പദ്ധതിയെ വളരെ ക്രിയാത്മകമായി ജീവിതത്തിൽ വിനിയോഗം ചെയ്തവനാണ് പഴയ നിയമത്തിലെ ജോസഫ്. ഇനി പുതിയ നിയമത്തിലെ ജോസഫ് സംരക്ഷയ്ക്ക് മറ്റൊരു പേരുണ്ടെങ്കിൽ അത് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫാണ് എന്ന് പറയാൻ പറ്റും. മറിയത്തിൻ്റെ ഭർത്താവായ നസ്രത്തിലെ ജോസഫ് സാധ്യതകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് സാധ്യതകളെ വേണ്ടെന്ന് വെച്ച ജോസഫ്, പ്രതികൂല അനുഭവങ്ങളെ ക്രിയാത്മകമാക്കി തീർത്ത ജോസഫ്, ഒരു കുഞ്ഞിന് പോലും ശാരീരികമായി ജന്മം കൊടുക്കാതെ പിതാവെന്ന് വിളിക്കപ്പെട്ട ജോസഫ്, എങ്ങനെയാണ് ഈ ഔസേപ്പ് പിതാവ് വിശുദ്ധനായിട്ട് മാറിയത്? എന്ത് ചെയ്തതുകൊണ്ടാണ് വിശുദ്ധനായിട്ട് മാറിയത്? അവൻ വചനത്തിന് ജീവൻ കൊടുത്തത് കൊണ്ടാണോ? വചനപ്രഘോഷണം നടത്തിയത് കൊണ്ടാണോ? രോഗികളെ ശുശ്രൂഷിച്ചത് കൊണ്ടാണോ? പാവപ്പെട്ടവർക്ക് താങ്ങായതുകൊണ്ടാണോ? ഭക്ഷണമില്ലാത്തവർക്ക് അന്നം കൊടുത്തത് കൊണ്ടാണോ? അല്ല എന്ന ഉത്തരം മാത്രമേ നമുക്കുള്ളൂ.
അവനെക്കുറിച്ച് പറയുന്നത് അവൻ നീതിമാനായതുകൊണ്ട്. നീതി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ നടനമാടുന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, ഒരു സമൂഹത്തിൽ നടത്തപ്പെടുന്ന നിയമങ്ങളും ചട്ടങ്ങളും സ്വീകരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി പോകുന്നവരാണ് നീതിബോധമുള്ളവർ. ആ സമൂഹത്തിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിന് അതീതമായിട്ട് ചെയ്യാൻ ഈ പുതിയ നിയമത്തിലെ ജോസഫിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഡൂയിങ് ബിയോണ്ട് ജസ്റ്റിസ്. ജോസഫിൻ്റെ പ്രത്യേകത അതാണ്. നീതിക്കുപരി ചെയ്തു. നീതി എന്താണ് ശരിക്കും? അവിഹിതമായ ബന്ധത്തിൽ അടിമപ്പെട്ടു പോയ സ്ത്രീയെ നാടുകടത്തുക, കല്ലെറിയുക, വധിക്കുക, ഉപേക്ഷിക്കുക. എന്നാൽ ഔസേപ്പിതാവ് നീതിക്കുപരി ചെയ്യുകയാണ്. ദൈവഹിതാനുഷ്ഠാനം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്തപ്പോൾ ഔസേപ്പിതാവ് നീതിക്കുപരി ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ക്ഷണിതാക്കളാണ്. എന്തിനു വേണ്ടിയുള്ള ക്ഷണിതാക്കൾ? ക്രൈസ്തവ ജീവിതത്തിനു വേണ്ടിയുള്ള ക്ഷണിതാക്കൾ. ക്രിസ്തു ഭൂജാതനാകുന്നതിനു മുമ്പ് ക്രിസ്ത്യാനിയായി തീർന്ന ഔസേപ്പും പരിശുദ്ധ കന്യകാമറിയവും നീതിക്കുപരി ചെയ്യുകയാണ്. എന്താണ് ഈ ക്രൈസ്തവ ജീവിതം? നീതിക്കുപരി ചെയ്യാനുള്ള ക്ഷണത്തിന് വിളിക്കുന്ന പേരാണ് ക്രൈസ്തവ ജീവിതം. ഒരു മൈൽ നടക്കാൻ പറയുന്നവനോടൊപ്പം 2 മൈൽ നടക്കുക. ഒരു മൈൽ നടക്കുക എന്നത് നീതിയാണ്. എന്നാൽ 2 മൈൽ നടക്കുക എന്ന് പറയുന്നത് നീതിക്കുപരി ചെയ്യുന്നതാണ്. We are invited to do something beyond justice. നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് നീതിക്കുപരി ചെയ്യാനാണ്. ഇതാണ് ഔസേപ്പിതാവ്. ഔസേപ്പിതാവിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അവൻ തൻ്റെ ജീവിത പങ്കാളിയെ മൂടിവെച്ചു എന്നുള്ളതാണ്. അവളുടെ കുറവുകൾ മൂടി, നിശബ്ദത പാലിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ മറ്റുള്ളവരെ മൂടി വയ്ക്കാറുണ്ട് എന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, കുടുംബജീവിതക്കാർ ജീവിത പങ്കാളിയെ മൂടണം. ഔസേപ്പിതാവ് കുടുംബജീവിതക്കാർക്ക് മാതൃകയാണ്. ഇവനെങ്ങനെയാണ് ഒരു വിശുദ്ധനായി തീർന്നതെന്ന് ഔസേപ്പിതാവിനെ നോക്കിയിട്ട് പറഞ്ഞാൽ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അവൻ വിശുദ്ധനായി തീർന്നത് കുടുംബത്തിന് വേണ്ടി ജീവിച്ചതുകൊണ്ടാണ്. അല്ലാതെ ലോകം മുഴുവനും പോയി പ്രഘോഷണം നടത്തിയതുകൊണ്ടോ, രോഗികളെ ശുശ്രൂഷിച്ചതുകൊണ്ടോ,
അന്നമില്ലാത്തവന് അന്നം നൽകിയതുകൊണ്ടോ ഒന്നുമല്ല ഔസേപ്പിതാവ് വിശുദ്ധനായത്. അവൻ വിശുദ്ധനായത് ഒരു കാരണത്താൽ മാത്രം. അവൻ കുടുംബത്തിനു വേണ്ടി ജീവിച്ചു. മകനെ, മകളെ, നീ നിന്റെ കുടുംബത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ, നീ നിന്റെ കുടുംബത്തിനു വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ നീ വിശുദ്ധനാ. ലോകം മുഴുവനൊന്നും പോണ്ട. ഈ രണ്ട് വിശുദ്ധാത്മാക്കളും, പഴയ നിയമത്തിലെ ഔസേപ്പും പുതിയ നിയമത്തിലെ ഔസേപ്പും കുടുംബത്തിൻ്റെ സംരക്ഷകരാണ്. അനാദി മുതലേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ സജ്ജമാക്കപ്പെട്ട പൂർത്തീകരണമാണ് ഈജിപ്തിൽ നിന്ന് നാം കാണുക. ഈ കുടുംബം പട്ടിണിയിലാകുമെന്നും ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ രൂപപ്പെടണമെന്നും തമ്പുരാൻ തൻ്റെ പദ്ധതിയിൽ ചേർത്തെഴുതിയത് കൊണ്ട് പഴയ നിയമത്തിലെ ജോസഫിനെ അവർ പൊട്ടക്കിണറ്റിലെറിയുകയും അടിമയായിട്ട് വിൽക്കുകയും ചെയ്തു. മക്കളെ, ചില പൊട്ടക്കിണറുകളുടെ അനുഭവം ആർക്കൊക്കെയോ രക്ഷകനാകാനുള്ളൊരു ക്ഷണമാണെന്ന് നീ ധ്യാനിക്കണ്ടേ? ഇവൻ അടിമയായി വിറ്റപ്പോഴും, ഇവൻ പൊട്ടക്കിണറിൽ കിടന്നപ്പോഴും, അങ്ങകലെ ഈജിപ്തിൽ തനിക്ക് വേണ്ടി ഒരു സിംഹാസനം സജ്ജമാക്കപ്പെടുന്നുണ്ട് എന്ന് ജോസഫ് അറിഞ്ഞുകായിരിക്കുമോ? സഹനത്തിൻ്റെ പശ്ചാത്തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാതെ പോകും. പൊട്ടക്കിണറുകൾ നന്മയിലേക്കുള്ള പാതകൾ തെളിക്കുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മളിലും ഈ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മളും ചിലപ്പോൾ ചില പൊട്ടക്കിണറുകളിൽ വീണു പോകും. ചിലരൊക്കെ നമ്മളെ അതിലേക്ക് തള്ളിയിടും. ചിലരൊക്കെ നമ്മുടെ സൽപ്പേര് വിൽക്കും. ചിലരൊക്കെ നമ്മളെ മാറ്റി നിർത്തും. നീയാകുന്ന വിളക്ക് ഒരു കാറ്റത്തും അണഞ്ഞു പോവില്ല, തമ്പുരാൻ അതിനെ മൂടി വെച്ചാൽ. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണ്ടേ? മകനെ, മകളെ, നീ ഒരു വിളക്കാണെങ്കിൽ, ആ വിളക്കിനെ തമ്പുരാൻ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാറ്റിനും കോളിനും അതിനെ കിടത്തിക്കളയാൻ സാധിക്കുകയില്ല. അത് പ്രകാശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. അത് എല്ലാത്തിനെയും അതിജീവിക്കും. പഴയ നിയമത്തിലെ ജോസഫ് ഒരു വിളക്കായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ അന്ധകാരം അകറ്റിക്കളയാനുള്ള വിളക്ക്. പൊട്ടക്കിണറിൽ നിന്ന് രൂപപ്പെട്ട വിളക്ക്, അടിമത്തത്തിൽ നിന്ന് രൂപപ്പെട്ട വിളക്ക്. ഇവനിലൂടെയാണ് ഭാവി ജീവിതത്തിൽ നമ്മുടെ പട്ടിണി അകന്നു പോകുന്നതെന്ന് അവൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ചിന്തിച്ചിട്ടുണ്ടാവുമോ? തമ്പുരാൻ്റെ കരങ്ങളിൽ പദ്ധതികളാൽ സുരക്ഷിതമായ ജീവിതമാണ് നമുക്കുള്ളത്. ഇകലോക സങ്കല്പങ്ങളും ഈ ലോകവാസനകളും നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റുമ്പോൾ വ്യത്യസ്തതകളില്ലാതെ
സ്ഥായിയായി നിലക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയോട് അനുദിനം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നമ്മളെ ആത്മീയമായി മഥനം ചെയ്യണം. ഔസേപ്പിതാവ് മൂടിവെക്കുന്നവനാണ്. നമുക്കെല്ലാവർക്കും അവരൻ്റെ കുറവുകളെ തുറന്നു കാണിക്കാനുള്ള ദൂരെയുള്ളവരാ. ആരെങ്കിലും പരാജയപ്പെട്ടു പോകുമ്പോൾ ആ പരാജയത്തെ ആഘോഷമാക്കാനുള്ള ദ്വര നമ്മളിൽ ഇങ്ങനെ കുടികൊള്ളുന്നുണ്ട്. മനസ്സിനെയും ശരീരത്തെയുമൊക്കെ അവരൻ്റെ നന്മയെ നിരാകരിക്കാനുള്ള ഉപാധികളാക്കി നമ്മൾ മാറ്റാറുണ്ട്. എന്നാൽ ഔസേപ്പിതാവ് അങ്ങനെയല്ല. ഔസേപ്പിതാവ് ഇങ്ങനെ മൂടി വയ്ക്കുന്നവനാണ്. ഞാൻ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ ധ്യാനിച്ചെടുക്കേണ്ടത് ഇതാണ്. ദൈവമേ, എത്രയിടങ്ങളിൽ നീ എന്നെ മൂടി വച്ചിട്ടുണ്ട്. നിന്റെ പേര് കോഴിപ്പട എന്നല്ലേ? പ്രവാചകൻ നിനക്ക് തന്ന പേര് കോഴിപ്പട എന്നാണ്. നിന്റെ ആ ചിറകിൻ്റെ കീഴിൽ എന്നെ പലയിടങ്ങളിൽ നീ മൂടി. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ എന്തിനാണ് എന്നെ പലയിടങ്ങളിലും മൂടി വെച്ചത്? അപ്പോൾ എൻ്റെ തമ്പുരാൻ എന്നോട് പറയും, മകനെ, മകളെ, നിന്നെ ഞാൻ മൂടി വെച്ചത് എന്തിനാണെന്നറിയാവോ? നീ നിന്റെ ചിറകുകൊണ്ട് പലരെയും മൂടണം. മറ്റുള്ളവരുടെ കുറവുകളെ വിടർത്തിപ്പിടിക്കാനുള്ള ദ്വരയിൽ നിന്ന് നീ ഇങ്ങനെ രക്ഷ പ്രാപിക്കണം. ഇന്നലകളെ അളന്നു നോക്കരുത് നീ ഒരിക്കലും. ഈ ഔസേപ്പിനെ, പഴയ നിയമത്തിൽ ഈ ഔസേപ്പിനെ ഒന്ന് നോക്കിക്കേ. അവൻ ഒരിക്കലും ഇന്നലകളിലേക്ക് നോക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഇന്നലകളുടെ പരാജയങ്ങൾക്ക് മാനസികമായിട്ടുള്ള അറുതി വരുത്താൻ വേണ്ടി പ്രതികാരം ചെയ്യുന്നില്ല. നിങ്ങളെന്നെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞവരല്ലേ എന്ന് ചോദിക്കണില്ല. നിങ്ങളെന്നെ അടിമയായിട്ട് വിറ്റവരല്ലേ എന്ന് ചോദിക്കണില്ല. മറിച്ച് ഇന്നിലേക്ക് കൊണ്ടുവന്ന് ഇന്നിൻ്റെ ആവശ്യങ്ങളെ തൊട്ടറിഞ്ഞ് അവർക്ക് അന്നവും സാന്നിധ്യവും സാന്ത്വനവും സാമീപ്യവും കൊടുക്കുകയാണ്. അതാണ് പഴയ നിയമത്തിലെ ഔസേപ്പ്. വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കേറി സത്യസന്ധതയുടെ ഉടമസ്ഥനായി, വിശ്വസ്തതയുടെ യോദ്ധാവായി, വിശുദ്ധിയുടെ കിരീടമണിഞ്ഞവനാണ് പഴയ നിയമത്തിലെ ജോസഫ്. പുതിയ നിയമത്തിലെ ജോസഫ് ആത്മനിയന്ത്രണത്തിൻ്റെ യോദ്ധാവായി, ശരീരത്തിൻ്റെ പുണ്യപൂർണതയെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് നീതിബോധത്താൽ കിരീടം ധരിച്ചവനാണ് പുതിയ നിയമത്തിലെ ഔസേപ്പിതാവ്. ഈ രണ്ട് ജോസഫുമാരും നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഇന്നലകളെ അളന്ന് ആരെയും വിധിക്കുന്നവരാവരുത്. ഇന്നലെയുടെ പൊട്ടക്കിണർ എൻ്റെ സൗഭാഗ്യത്തിൻ്റെ ആധാരമാണെന്ന്
എൻ്റെ സിംഹാസനത്തിന് ബലമേകിയ കാലുകളാണെന്ന് ഞാൻ തിരിച്ചറിയണം. എൻ്റെ മുമ്പിൽ പ്രതിഷ്ഠപ്പെടുന്ന കുറവുകളുള്ളവരെ മൂടിവെക്കാൻ ഞാൻ പ്രാപ്തനാകണം. കുറവുകളെ വിടർത്തിപ്പിടിക്കാനുള്ള ധ്വരയിൽ നിന്ന് ഞാൻ മുക്തി പ്രാപിക്കണം. എൻ്റെ കുടുംബത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്തം അനുദിനം നിർവഹിക്കണം. വീണ്ടും 2 ജോസഫുമാരും ദർശനങ്ങളുടെ യോദ്ധാക്കളാണ്. സ്വപ്നങ്ങൾ കാണുന്നവരാണ്. സർവനന്മയ്ക്കു വേണ്ടിയുള്ള സ്വപ്നം. ഔസേപ്പിതാവിൻ്റെ സ്വപ്നം ആ കുടുംബത്തെ ധന്യതയുടെ പൂർണ്ണതയിലേക്ക് നയിച്ചു. സ്വപ്നത്താൽ പൂരിതമായ ജീവിതം യഥാർത്ഥമായ ദർശനത്തിലേക്ക് നയിക്കപ്പെട്ടു. ചെയ്യേണ്ടതെന്തെന്ന് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ദർശനം സ്വീകരിച്ച ഔസേപ്പ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും മാതൃകയാണ്. ഉത്തമമായ ബോധ്യത്വം സ്വീകരിക്കാൻ നല്ല ദർശനമുണ്ടാകണമെന്ന് ഔസേപ്പിതാവ് പഠിപ്പിക്കും. കുടുംബത്തിന് വേണ്ടി സ്വപ്നം കണ്ടവനാണ് ഔസേപ്പിതാവ്. തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി സ്വപ്നം കണ്ടവനാണ്. തൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കാനുള്ള സ്വപ്നത്തിൻ്റെ നിറവുള്ള വ്യക്തിത്വം. സ്വപ്നങ്ങളെ ക്രോഡീകരിച്ച് ജീവിത ദർശനമാക്കി ആത്മീയതയുടെ കേദാരമായ വ്യക്തിത്വം. അതാണ് ഔസേപ്പിതാവ്. തൻ്റെ കുടുംബത്തിനും തൻ്റെ ദേശത്തിനും വരാനിരിക്കുന്നവയെയും വരാൻ പോകുന്നവയെയും ക്രോഡീകരിച്ച ആത്മീയ ബോധത്തോടെ സ്വപ്നത്തെ ദർശനമാക്കി മാറ്റി ദേശത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരിപുഷ്ടിക്ക് വേണ്ടി ജീവിച്ച വ്യക്തിത്വം. അതാണ് പഴയ നിയമത്തിലെ ജോസഫ്. ഈ 2 ജോസഫുമാരും നമ്മുടെ സ്വഭാവങ്ങളിൽ കലർത്തപ്പെടട്ടെ. അവരെൻ്റെ നന്മയെ കാംക്ഷിച്ച് അവരെൻ്റെ കുറവുകളെ മൂടിവെക്കുന്ന നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമസ്ഥരാകാൻ, സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും വിശുദ്ധിക്കും വിഘാതമായി വരുന്നവ ജീവിതത്തിൽ നിന്നെടുത്തു കളയാൻ, നന്മ ചെയ്യാൻ ആരുടെയും അനുവാദം വേണ്ട എന്ന തിരിച്ചറിവ്, തിന്മ ചെയ്യാൻ ആരു പറഞ്ഞാലും അനുവദിക്കരുത് എന്ന തിരിച്ചറിവ്, ഈ ആത്മീയ യോദ്ധാക്കളിൽ നിന്ന് പഠിച്ചെടുക്കാൻ നമ്മൾ പ്രാപ്തരാകട്ടെ. നന്മയുടെ യോദ്ധാക്കളായി അവരെൻ്റെ നന്മകളെ പടുത്തുയർത്താൻ ആഗ്രഹിച്ച, ഇന്നലെയുടെ പരാജയത്തിന് ജീവിതം കൊണ്ട് അറുതി വരുത്തിയ, ഇന്നലെയുടെ പരാജയങ്ങളെയും അത് വെച്ചു നീട്ടിയവരെയും അവഗണിക്കാതെ നിരാകരിക്കാതെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹത്തിൻ്റെ അന്നം കൊടുക്കുന്ന യോദ്ധാക്കളായി മാറാൻ ഈ 2 ജോസഫുമാരും നമുക്ക് മാതൃകയാകട്ടെ. സംശുദ്ധമായ പാതകൾ ഇന്നിൻ്റെ ജീവിതത്തെ ധന്യമാക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവാനുഗ്രഹം നേരുന്നു.